ഹലോ, അരിത്തമെറ്റിക് സീക്വൻസസിന്റെ അടുത്ത പാർട്ട് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൊസിഷൻ ആൻഡ് ടേംസ്, സ്ഥാനവും പദവും, ഈ ടോപ്പിക്ക് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. ഇനി നമ്മൾ അടുത്ത ഒരു കോൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിലെ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 ടേമുകൾ, ആദ്യത്തെ 3 പദങ്ങൾ ഞാനത് ജനറൽ ആയിട്ട് എഴുതാൻ പോവാണ്. എങ്ങനെയാണ് നമ്മൾ ജനറൽ ആയിട്ട് എഴുതുന്നത്? ഫസ്റ്റ് ടേമിനെ നമ്മൾ എങ്ങനെ എഴുതും? ഫസ്റ്റ് ടേമിനെ നമ്മൾ x1 എന്നല്ലേ എഴുതുന്നത്, കോമ. സെക്കൻഡ് ടേം x2, കോമ. തേർഡ് ടേം x3. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിലെ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 ടേമുകളെ ജനറൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്. നമുക്ക് നോക്കാം. ഈ ടേമുകൾ ഈ പദങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഫസ്റ്റ് ടേമും ഈ ലാസ്റ്റ് ടേമും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും x1 പ്ലസ് x3. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടി ആഡ് ചെയ്തു. ഇനി നോക്കിക്കോണേ, ഇവിടെ നടുക്കടക്കുന്ന ടേം നോക്കിയേ. നടുക്കടക്കുന്ന ടേം x2 അല്ലേ? നടുക്കടക്കുന്ന ടേം x2 അല്ലേ? ഈ നടുക്കടക്കുന്ന ഈ മിഡിലുള്ള ഈ ടേമിനെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 ഇൻറ്റു x2. ഇത് രണ്ടും സെയിം ആയിരിക്കും, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ കേസിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് എടുക്കാം. 1, 3, 5. ഞാൻ എന്ത് ചെയ്ത് ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 3 ടേമുകൾ എടുത്തിട്ടുണ്ട്, ആദ്യത്തെ 3 പദങ്ങൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ കണക്ഷൻ നോക്കാടാ. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടി ആഡ് ചെയ്യണം അല്ലെ? 1 പ്ലസ് 5. അടുത്ത് എന്ത് ചെയ്യണം? ഈ നടുക്ക് കിടക്കുന്ന ടേമിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 ഇൻറ്റു 3. ഇത് രണ്ടും സെയിം ആണെന്ന് നോക്കാം. 1 പ്ലസ് 5 എത്രയാടാ? 6 അല്ലേ? 2 ഇൻറ്റു 3, 2 ഇൻറ്റു 3യും 6 അല്ലേ? നോക്കിയേ, ഇത് രണ്ടും ഈക്വൽ അല്ലേ? ഇത് രണ്ടും ഈക്വൽ അല്ലേ? കിട്ടിയ ആ ഒരു കണക്ഷൻ കിട്ടിയ ടേമുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ കിട്ടിയ. അങ്ങനെയാണെങ്കിൽ ഞാന് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 5 ടേമുകൾ എടുക്കാം. ആദ്യത്തെ 5 പദങ്ങൾ എടുക്കാം. x1, x2, x3, x4, x5. ആദ്യത്തെ 5 ടേമുകൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ കണക്ഷൻ നോക്കാം. നോക്കിയടാ, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടി നമുക്ക് ആഡ് ചെയ്യാം. x1 പ്ലസ് x5. ഇനി എന്ത് ചെയ്യണം? ഈ സെക്കൻഡ് ടേമും സെക്കൻഡ് ലാസ്റ്റ് ടേമും കൂടി ആഡ് ചെയ്യാം. x2 പ്ലസ് x4. നോക്കിയേ, ബാക്കി ഇവിടെ എന്തോന്നടാ? ബാക്കി ഇവിടെ നമ്മുടെ മിഡില് x3 ഒറ്റക്കല്ലേ കിടക്കുന്ന ആളെ നോക്കാം. മിഡില് വരുന്ന ആൾ എന്തായിരിക്കും? ഒറ്റക്കായിരിക്കും വരുന്നത്. അവനെ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2x3 എന്ന് വരും. ഇത് മൂന്നും ഈക്വൽ ആയിരിക്കും. എപ്പോഴാണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ കേസിൽ മാത്രമേ ഉള്ളൂ കേട്ടാ. ഒരു സീക്വൻസിന്റെ കേസിൽ ഈക്വൽ ആകാൻ വഴിയില്ല. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ കേസിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആകത്തുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വേറൊരു അരിത്തമെറ്റിക് സീക്വൻസ് എടുക്കാം. 2, 4, 6, 8, 10. ആദ്യത്തെ 5 ടേമുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. കണക്ഷൻ നോക്കിയടാ. ഫസ്റ്റ് ടേമും ഈ ലാസ്റ്റ് ടേമും കൂടി ആഡ് ചെയ്യാം. 2 പ്ലസ് 10. ഇനി എന്ത് ചെയ്യുക? സെക്കൻഡ് ടേമും
സെക്കൻഡ് ലാസ്റ്റ് ടേമും കൂടി ആഡ് ചെയ്യാം. 4 + 8. ദേ ഇവിടെ മിഡിൽ വന്ന ടേം നോക്കിയേ 6 അല്ലേ. ഇതിനെന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 6. ഇത് 3ഉം ഈക്വൽ ആയിരിക്കും. ഷുവർ ആയിട്ട് ഞാൻ പറയാണ്, ഇത് 3ഉം ഈക്വൽ ആയിരിക്കും. നോക്കിയേ 2 + 10 12, 4 + 8 12, 2 × 6 12. നോക്കിയേ 3ഉം നമുക്ക് ഈക്വൽ ആണ്. 3ഉം ഈക്വൽ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയടാ, ഞാനിവിടെ ആദ്യത്തെ 7 ടേം എടുത്തിട്ടുണ്ട്, 7 പദങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ആ ഒരു കണക്ഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടി ആഡ് ചെയ്യണം. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടി ആഡ് ചെയ്യുക. x1 + x7. അടുത്ത് എന്ത് ചെയ്യണം? സെക്കൻഡ് ടേമും സെക്കൻഡ് ലാസ്റ്റ് ടേമും കൂടി ആഡ് ചെയ്യുക. x2 + x6. ഇനി എന്ത് ചെയ്യണം? തേർഡ് ടേമും അവസാനത്തേന് 3 മുമ്പുള്ള ടേമും കൂടെ അതെ x5ഉം x3യും കൂടി ആഡ് ചെയ്യുക. x3 + x5. ഇനി നോക്കിയടാ, ഇവിടെ നടുക്ക് മിഡില് x4 ഒറ്റക്ക് വന്നു, ബാക്കി x4 ഉണ്ട് മിഡില്. നമ്മൾ എന്ത് ചെയ്യണം? ഈ x4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × x4. എടാ ഇവന്മാര് 4 പേരും ഈക്വൽ ആയിരിക്കും. ഇവന്മാര് 4 പേരും ഈക്വൽ ആയിരിക്കും. കിട്ടിയാ? കണക്ഷൻ കിട്ടിയാ? ഇവിടെ നമുക്ക് ഇന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിട്ട് ഇവിടെ നോക്കിയടാ, 1 + 7 8 അല്ലേ, 2 + 6 8 അല്ലേ, 3 + 5 8 അല്ലേ. ഈ 2 × 4 ചെയ്യുമ്പോ 8 കിട്ടത്തില്ലേ? കിട്ടിയാ? വേറൊരു കണക്ഷൻ കിട്ടിയാ? 1 + 7 8 ആണ്, 2 + 6 8 ആണ്, 3 + 5 8 ആണ്, 2 × 4 8 ആണ്. ഓക്കെ അല്ലേ? ഞാൻ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എടുത്ത് കാണിക്കാം. 1, 2, 3, 4, 5, 6, 7. ആദ്യത്തെ 7 ടേം എഴുതിയിട്ടുണ്ട്. ഇവിടെ കണക്ഷൻ നോക്കാം. 1 + 7 ചെയ്യുക. 1 + 7. അടുത്ത ഏതൊക്കെ വരും? അടുത്ത സെക്കൻഡ് ടേമും സെക്കൻഡ് ലാസ്റ്റ് ടേമും. 2 + 6. അത് കഴിഞ്ഞ് ഏതാണ്? തേർഡ് ടേമും തേർഡ് ലാസ്റ്റ് ടേമും. 3 + 5. ഇനി എന്ത് ചെയ്യണോടാ? മിഡിൽ വന്ന ടേം നോക്കിയേ 4 അല്ലേ. ഇവൻ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 4. ഇത് 4ഉം ഈക്വൽ ആയിരിക്കും. ഇത് 4ഉം ഈക്വൽ ആയിരിക്കും. നോക്കിയേ 1 + 7 8, 2 + 6 8, 3 + 5 8, 2 × 4 8. നോക്കിയേ 4 പേരും ഈക്വൽ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് വേറൊരു സിമ്പിൾ കാര്യം കൂടെ നോക്കാം. x1 + x5 = x2 + ഏത് ടേം ആഡ് ചെയ്യണോടാ? ഏത് ടേം ആഡ് ചെയ്യണം നമ്മളിവിടെ? നോക്കിയേ, ഇവിടെ നമുക്ക് 1 + 5 ചെയ്യാം. 1 + 5 ചെയ്യുമ്പോ 6 അല്ലേടാ. ഇവിടെ നോക്കിയേ 2 അല്ലേ. ഇത് രണ്ടും ഈക്വൽ ആകാൻ വേണ്ടി നമ്മൾ ഇവിടെ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? ഇവിടെ നമ്മൾ ഇനി 4 അല്ലേ ആഡ് ചെയ്ത് കൊടുക്കേണ്ട. അപ്പം 6ഉം 6ഉം കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? x4 ആഡ് ചെയ്ത് കൊടുക്കണം. നോക്കിയേ 1 + 5 6, 2 + 4 6. കിട്ടിയാ? എന്നാ അടുത്ത നോക്കിയാടാ. അടുത്ത ഒരെണ്ണം നോക്കിയേ. x10 + x5 = x8 + ഇവിടെ എന്ത് ആഡ് ചെയ്യണം? ഇവിടെ എന്ത് ആഡ് ചെയ്യണം? സിമ്പിൾ ആണേ. നോക്കിയേ 10 + 5 15, 10 + 5 15 = ഇവിടെ ഓൾറെഡി 8 ഉണ്ട്. 8ന്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടുമ്പോഴാടാ 15 കിട്ടുന്ന? 8ന്റെ കൂടെ നമ്മൾ 7 കൂട്ടുമ്പോഴാണ് 15 കിട്ടുന്നത്. അപ്പൊ നമ്മളിവിടെ x7 ആഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കിയേ x10 + x20. ഇതിനെ നമുക്ക് പല രീതിയിൽ എഴുതാൻ പറ്റും. നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഇതിനെ നമുക്ക് പല രീതിയിൽ എഴുതാൻ പറ്റും. അതെങ്ങനെയൊക്കെയാന്ന് നോക്കാം. ഞാൻ ഇഷ്ടമുള്ളൊരു നമ്പർ എടുക്കാം. ഫസ്റ്റ് x1 എടുക്കാം.
ഇവിടെ നോക്കിയേ 10 + 20 30 അല്ലേടാ. 10 + 20 30 ആണ്. അപ്പൊ എനിക്ക് 30 കിട്ടാൻ 1ന്റെ കൂടെ 29 അല്ലേ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ x29 എന്ന് എഴുതും. ഓക്കെ, ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. 10 + 20 30, 1 + 29 30 ആണ്. ഇനി എനിക്ക് വേറെ രീതിയിൽ എഴുതാൻ നോക്കിയാൽ എങ്ങനെയാന്ന്? ഞാൻ ഫസ്റ്റ് x2 എടുക്കാം. x2 പ്ലസ് 30 കിട്ടാൻ വേണ്ടി രണ്ടിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 28 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എനിക്ക് ഇവിടെ x28 എന്ന് എഴുതാം. ഇവിടെ നോക്കി, ഇവിടെ 1ന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 2 കിട്ടി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? 29 1 കുറച്ചു. ഈക്വൽ ടു. ഇനി എനിക്ക് അടുത്ത് എങ്ങനെ എഴുതാടാ? ഞാൻ x3 എടുക്കുവാണ്. എനിക്ക് 30 കിട്ടാൻ 3ന്റെ കൂടെ 27 ആഡ് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് ഇവിടെ x27 എന്ന് എഴുതാം. ഇതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അടുത്ത എനിക്ക് ഞാൻ x4 എന്ന് എടുക്കുവാണ്. x4 പ്ലസ് 30 കിട്ടാൻ 4ന്റെ കൂടെ 26 ആഡ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ x26 ആഡ് ചെയ്തു. ഇത് ഈക്വൽ ആണ്. ഇങ്ങനെ നമുക്ക് ഈ പൊസിഷനുകൾ ആഡ് ചെയ്യുമ്പം ഒരു സെയിം നമ്പർ കിട്ടിയാൽ മതി. ബാക്കി നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതിനെ എഴുതാം. ഇതെല്ലാം എന്തായിരിക്കും? ഈക്വൽ വാല്യൂ ആയിരിക്കും. ക്ലിയർ അല്ലേ?